ഇത് കണ്ടോ, ഇതാണ് നാര പാർക്ക്. ഒസാക്കയുടെ അടുത്തുള്ള നാര എന്ന സുന്ദരമായൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു പബ്ലിക് പാർക്കാണ് ഈ നാര പാർക്ക്. ഇവിടെ ആയിരക്കണക്കിന് വൈൽഡ് ഡിയർ ഉണ്ട്. അവിടെ അവരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ സ്വൈര്യ വിഹാരം നടത്തുന്ന ഒരു പാർക്കായത്. ഈ പാർക്കിൽ എൻട്രി ഫ്രീയാണ്, ഫീസൊന്നുമില്ല. ഇവിടെ ആണെങ്കിൽ മാനുകളൊക്കെ നല്ല നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മാനുകളിങ്ങനെ നമ്മുടെ പുറകിലൊരു ഫുഡ് അവിടെ നിന്ന് തന്നെ കിട്ടും. ഫുഡ് വാങ്ങിക്കാനായിട്ട് നമ്മളത് വാങ്ങിക്കണം. അപ്പോൾ ഫുഡ് മേടിക്കുന്ന ആ ടൈം തൊട്ട് ഇവരെല്ലാം നമ്മുടെ പുറകിലായിരിക്കും. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ തല കുനിച്ച് നമ്മളിങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിക്കും. അന്നേരം അതിനറിയാം അതിനിഷ്ടമുള്ള ഫുഡ് നമ്മൾ കൊടുക്കുമെന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തല കുനിച്ച് കാണിക്കും. അത് നല്ല രസമാണ് കാണാൻ. ചെല്ലുമ്പോൾ തന്നെ അവരെല്ലാം നമ്മുടെ പുറകിൽ തന്നെ കൂടി കുറേ ദൂരം ഇങ്ങനെ നടക്കും. നമ്മുടെ പുറകിൽ തന്നെ നടക്കും. ഫുഡ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ മാറത്തുമില്ല. അവിടുന്ന് തന്നെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് നമ്മുടെ പുറകിൽ തന്നെ നടന്നു വരും. നമുക്കതിനെ തൊടുകയും തലോടുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിങ്ങനെ നമ്മുടെ കൂടെ നടക്കും. ചിലപ്പോൾ അത് ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട്. ചിലരെയൊക്കെ ആക്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കിട്ടൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്കതൊക്കെ ഒരു രസകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു. ആ ഫുഡ് കൊടുക്കാൻ വേണ്ടി കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പരാക്രമം കാണിക്കും. നമ്മളുടെ കോട്ടില്ലാത്തൊക്കെ പിടിച്ച് വലിക്കും. അങ്ങനെ പുറകെ നടക്കും. നല്ല രസമാണ് അത്. ഇങ്ങനെ ആരാണ്ട് വന്ന് പിടിച്ച് വലിക്കുന്ന പോലെ നമ്മുടെ ഉടുപ്പിലെല്ലാം പിടിച്ച് വലിക്കും. അങ്ങനെ കുറേ ദൂരം നമ്മൾ നടക്കും. ഇതെല്ലാം കുറേ നേരം അവിടെ നമ്മൾ അതിന് ഫുഡൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. അതിനോട് ചേർന്നായിരുന്നു ടൊഡേജി ടെമ്പിള്. ഈ നാര പാർക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയത്. ഒരു മാനനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അവിടെ ഒരു വലിയൊരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്. അതിനകത്തെല്ലാം കയറി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്നു. അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു മോണ്യുമെൻ്റ്, ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റാണത്. വലിയൊരു ബുദ്ധൻ്റെ പ്രതിമയാണ്. ഞങ്ങളവിടെയൊക്കെ കയറി അതിനകത്തൊക്കെ കണ്ടു, കയറി ഇറങ്ങി. ഈ ജപ്പാനിലെ ഈ ടെമ്പിളിൻ്റെയൊക്കെ സ്ട്രക്ചർ കാണാൻ നല്ല ഇതാണ്. അതിന് വുഡ് കൊണ്ടൊരു പ്രത്യേക രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ്. മിക്ക എല്ലാ ടെമ്പിളുകളുടെയും ഏകദേശം ഒരേ രീതിയിലുള്ളൊരു സ്ട്രക്ചറാണ്, തടി കൊണ്ടായിട്ട്. ജപ്പാനിലെ വേറൊരു പരിപാടിയാണ് സ്റ്റാമ്പിങ്. നമ്മൾ ഓരോ പ്ലേസിൽ ചെല്ലുമ്പോഴും അതാത് പ്ലേസിലെ സ്റ്റാമ്പുകൾ നമുക്ക് ബുക്കിൽ ചെയ്യാൻ പറ്റും. സ്റ്റാമ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ബുക്ക് അവിടുന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ ഒരെണ്ണം കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ കൊണ്ടുപോകാൻ മറന്നു പോയിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരെണ്ണം വാങ്ങി. അപ്പം അതിനകത്തെല്ലാം പോകുന്ന സ്ഥലത്തെല്ലാം സ്റ്റാമ്പ് നമുക്ക് കളക്ട് ചെയ്യാം. കളക്ട് ചെയ്ത മെമ്മറീസൊക്കെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം. എല്ലാം. അതിനുശേഷം പോയത് കൊഫുക്കുജി ടെമ്പിൾ. അതും ബുദ്ധ റിലീജിയസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സെൻ്ററാണ്. ജപ്പാനിലെ ഒരു പരമ്പരാഗത ഫുഡ് ഐറ്റമാണ് മോച്ചി. നാരയിലെ മോച്ചി നല്ലതാണ്, ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളത് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോയി. നല്ല തിരക്കായിരുന്നു അവിടെ. അതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. റെഡ് ബീൻ ഫില്ലിങ് വെച്ചാണ് ഉണ്ടാക്കുന്നത്.
അതൊക്കെ കഴിച്ചു. അതൊക്കെ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി.